നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെ, വാഷ്റൂമിൽ പോയിട്ട് വരേണ്ട സമയം കഴിഞ്ഞല്ലോ. ഇതെന്താ കാണാത്തെ? ഞാനും അത് ആലോചിക്കുന്നത്. ഇത്രയും നേരം എന്തായാലും എടുക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാ സംശയങ്ങളും ചോദിച്ച് മനസ്സിലാക്കൊള്ളണം. ഇവര് തമ്മിൽ ഡൽഹിയിൽ എവിടെയോ വെച്ചോ പരിചയപ്പെട്ടതാകണം. എന്നാലും ഇത്രയും കാലം ഇവൾ ഇതെല്ലാം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടല്ലേ നിന്നെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിച്ചത്. അവളുടെ തലയിൽ ഇടിത്തി വീഴത്തേ ഉള്ളൂ. മനസ്സറിഞ്ഞാ ഞാൻ ശപിക്കുന്നത്. അമ്മ ഒന്ന് നിർത്ത്. എന്തായാലും നമ്മൾ അങ്ങോട്ടല്ലേ പോകുന്നേ. അയാളെ നേരി കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. ഈ ബന്ധം എന്തിന്റെ പേരിലാണെന്നും എന്ന് തുടങ്ങിയെന്നും എങ്ങനെ ഇവര് പരിചയപ്പെട്ടെന്നും എല്ലാം ചോദിക്കണം. അപ്പൊ കാര്യങ്ങളെല്ലാം വ്യക്തമാവുമല്ലോ. എന്നാലും എടാ, നിന്റെ വിധിയോർത്ത് കരയാനല്ലേ അമ്മയ്ക്ക് പറ്റുന്നുള്ളൂ. ചതിച്ചിട്ടുണ്ടെങ്കിൽ പകരം ചോദിക്കണോടാ. നിന്നെ പറഞ്ഞ് വഞ്ചിച്ചതിന്, സ്നേഹം നടിച്ച് ചതിച്ചതിന്, എല്ലാത്തിനും പകരം ചോദിക്കണം. പകരം ചോദിക്കണം. അത് തന്നെ പറഞ്ഞൊന്ന് നിർത്താൻ. എന്തായാലും നമ്മളവിടെ ചെല്ലട്ടെ. എന്നിട്ട് നേരിട്ട് കാണട്ടെ. എന്നിട്ട് തീരുമാനിക്കാലോ അല്ല. അത് വരുന്നു സ്വൈരന്താ. ചുറ്റും നോക്കിയിരിക്കാതെ കഴിക്കുമോളെ. ബിഗ് ഫ്രണ്ടിനെ കാണുന്നില്ലല്ലോ. ബിഗ് ഫ്രണ്ടിനെ അച്ഛനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കായിരുന്നു. ഓക്കെ, ഇനി എന്തെങ്കിലും വേണമെന്നുണ്ടോ? വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അച്ഛനെ എപ്പോഴും ഇങ്ങനെ വന്ന് ഔട്ടിങ്ങിന് കൊണ്ടുപോകാനും റെസ്റ്റോറൻറ്റിലൊക്കെ ഇങ്ങനെ കയറ്റാനൊന്നും പറ്റില്ല കേട്ടോ. എപ്പോ വിളിച്ചാലും പോകണമെന്നുള്ള രീതിയിലാ അച്ഛനെ ഇരിക്കുന്നത്. ഇതെന്ത് ജോലിയാ അച്ഛാ? എപ്പോഴും ജോലി ജോലി ജോലി. അമ്മയെ പോലുള്ള ജോലിയായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നല്ലേ. എപ്പോഴും ഇങ്ങനെ കറങ്ങായിരുന്നു. ചില്ലറ മോഹമൊന്നും അല്ലല്ലോ. എപ്പോഴും ഇങ്ങനെ കറങ്ങിയാ മതിയോ? പഠിക്കൊന്നും വേണ്ടേ? ഓ, ഇത് എന്തൊരു അച്ഛനാ. പഠിത്തത്തിൽ ഫസ്റ്റ് കിട്ടിയോണ്ടല്ലേ സമ്മാനം വാങ്ങിക്കാൻ അച്ഛൻ വന്നത്. ഓ, ഞാനതങ്ങ് മറന്നു. മോള് കഴിക്കേ. ബിഗ് ഫ്രണ്ട്. ബിഗ് ഫ്രണ്ട് മാത്രം വരൂന്നാ ഞാൻ വിചാരിച്ചത്. സത്യാമ്മ വരുമെന്ന് വിചാരിച്ചതേ ഇല്ല. സത്യയുടെ അച്ഛനെ എനിക്കും കൂടി ഒന്ന് കാണണമെന്ന് തോന്നി. അതാ ഞാനും കൂടി പോന്നത്. അച്ഛനോടെ വാഷ്റൂമിൽ പോയിരിക്കുക. ഇപ്പൊ വരും. മോള് അച്ഛൻ വന്നതിന്റെ സന്തോഷത്തിലല്ലേ? അതെ സത്യാമ്മേ, ഒത്തിരി നാളായിട്ട് പറയാ അച്ഛനെ എനിക്കൊന്ന് കാണണം, അച്ഛനെ എനിക്കൊന്ന് കാണണമെന്ന്. കൂട്ടുകാരൊക്കെ എന്നെ എത്ര കളിയാക്കിയെന്നോ. അച്ഛനില്ലാത്ത കുട്ടിയെന്നൊക്കെ ഒരുപാട് വിളിച്ച് കളിയാക്കി. ഒടുവിൽ അച്ഛൻ വരണമെന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചു. അതുകൊണ്ടാ അച്ഛനിപ്പോ വന്നത്. ഞങ്ങളും ഒരുപാട് പ്രാർത്ഥിച്ചു ഈ അച്ഛനെ ഒന്ന് നേരിട്ട് കാണാൻ.
എന്തായാലും ഇന്ന് കാര്യം നടക്കുമല്ലോ, ആ സന്തോഷത്തിലാ ഞങ്ങളും. മോളെ അച്ഛൻ ഇതുവരെ കണ്ടില്ലല്ലോ. ഇത്രയും നേരം എന്റെ ഒപ്പം ഉണ്ടായിരുന്നു ബിഗ് ഫ്രണ്ടേ. ഇപ്പോഴാ അങ്ങ് വാഷ്റൂമിലേക്ക് കൈ കഴുകാനായി പോയത്. അച്ഛൻ എന്താ ആലോചിക്കുന്നത്? മോളെ അച്ഛന് മതിയായി. അച്ഛൻ പോയി വാഷ് ചെയ്തിട്ട് വരാം. പിന്നെ ഒരിടത്തേക്കും പോകരുത്. അച്ഛൻ അല്പം ലേറ്റ് ആയാലും ഇവിടെ തന്നെ ഇരിക്കണം കേട്ടോ. ഇപ്പൊ വരി സത്യാമ്മേ. സത്യാമ്മയ്ക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യണോ? മോളെ വാഷ്റൂമിൽ പോയിട്ട് വരേണ്ട സമയം കഴിഞ്ഞല്ലോ. ഇതെന്താ കാണാത്ത? ഞാനും അത് ആലോചിക്കുന്നത്. ഇത്രയും നേരം എന്തായാലും എടുക്കേണ്ട കാര്യമില്ലല്ലോ. എടാ വിഷ്ണു, നീ ഒന്ന് പോയി നോക്കിയാടാ, ഇനി നമ്മളെ കണ്ടിട്ട് അവിടെ എങ്ങനെ നിൽക്കുന്നുണ്ടോന്ന്. പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ മുമ്പിൽ വന്ന് പെടരുതെന്ന്. അമ്മ അമ്മ ഇതൊരു ഹോട്ടലാണ്, ഒച്ചക്കല്ലേ. ഓ, നിന്നെ ചതിച്ചിട്ട് അങ്ങനെ ഇവിടെ ആരും ആളാവണ്ട. രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളടാ. സത്യാമ്മേ, എന്തെങ്കിലും അത്യാവശ്യ കാര്യമുണ്ടോ അച്ഛനെ കണ്ടിട്ട്? ഇനി അച്ഛനെന്നാ തിരിച്ചു പോന്നേന്ന് വല്ലതും പറഞ്ഞോ? അത് എപ്പോ വേണമെങ്കിലും പോവാ സത്യാമ്മേ. ചെലപ്പോ അച്ഛൻ ഇന്ന നിപ്പി തന്നെ പോയി കളയും. ഇപ്പോഴും അങ്ങനെ പോയി കളഞ്ഞതാണോ? ഏയ്, കൂടെ ഞാനും കൂടി ഉള്ളതല്ലേ, അങ്ങനെ പോയില്ല. എന്നിട്ടിപ്പോ ആളെ കാണുന്നില്ലല്ലോ. തിരക്കിപ്പോയ വിഷ്ണുവിനെയും കാണുന്നില്ല. ബിഗ് ഫ്രണ്ട് വരുന്നു. എന്താ ഇടാ, കണ്ടോ? മോളെ അവിടെ ആരും കാണുന്നില്ലല്ലോ. ചിലപ്പോ പുറത്തെന്തെങ്കിലും വാങ്ങിക്കാനായിട്ട് ഇറങ്ങി കാണും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.